വെൽക്കം ടു സിൽക്ക് റൂട്ട്. നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്കലയ്ക്ക്. ഞാൻ നിങ്ങളുടെ രഞ്ജിത്ത് കൃഷ്ണൻ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷൻസ് വേണ്ടി. നമ്മളിപ്പം വക്കമായി നേരെ വക്കമായിട്ടില്ല, വക്കത്തോട്ടുള്ള വഴിയാണ്. നെൽക്കാമുക്ക് കായ്ക്കര റോഡാണിത്. എൻ്റെ റിറ്റ്സിൻ്റെ കിലോമീറ്റേഴ്സ് 7 വർഷം കൊണ്ട് 1,10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മൾ ബാംഗ്ലൂർ വരെയാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ആദ്യത്തെ ഏറ്റവും വലിയ ഓട്ടം എന്ന് പറയുന്നത് കണ്ണൂർ വരെ പോയി. ഫുൾ പാക്ഡ് ആയിട്ട്. ഞങ്ങൾ ഇടയ്ക്ക് ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ IT കമ്പനിയുടെ ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ടൈമായിരുന്നു. ഞാൻ ഫിനാൻസ് മാനേജർ, പിന്നെ ജനറൽ മാനേജർ, പിന്നെ ഡയറക്ടേഴ്സ് 2 പേര്. ഇവിടെ ചേർന്ന് ഫുൾ സിസ്റ്റം എല്ലാം കൂടെ ഉൾപ്പെടെ ഈ വണ്ടികൾ ലോഡ് ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പൈസ ഡിമോണിറ്റൈസ് ചെയ്യുന്ന ആ ഒരു ടൈമിലായിരുന്നു ഞങ്ങൾ പോയത്. 2,000 രൂപയുടെ നോട്ടുകൾ ഒക്കെ പ്രചാരത്തിലോട്ട് വരുന്ന ആ ഒരു സമയത്തായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു ടൈമിൽ ശരിക്കും എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന നമുക്കൊരു ഫുഡ് കഴിക്കാൻ പോലും ക്യാഷ് എടുക്കാനായിട്ട് ആരുടെയും കയ്യിൽ ഇല്ലായിരുന്നു. വളരെയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. ഞങ്ങൾ ഇവിടുന്ന് ഒരു ദിവസം ഉച്ചയ്ക്ക് ഇറങ്ങി. രാവിലെ എല്ലാവരും അമ്പലങ്ങളിലൊക്കെ പോയി എല്ലാം പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ്. കാരണം പുതിയ കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ എല്ലാം നല്ല രീതിയിൽ വരുത്തണേ എന്ന് പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. എന്തായാലും കമ്പനി നല്ല രീതിയിൽ തന്നെ ഓടുന്നുണ്ട് ഇപ്പോഴും. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ. കമ്പനിയുടെ പേരൊക്കെ ഞാൻ വഴിയേ പറയാം. കാരണം എൻ്റെ ആ കമ്പനിയുടെ റിവ്യൂ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത് തന്നെ വരുന്നതാണ് നമ്മുടെ ചാനലിൽ. അതിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ദൂരം യാത്ര പോയത്.
ഗ്രൂപ്പായിട്ട് വരും. അന്ന് ഞങ്ങൾ 2 പേർക്ക് മാത്രമേ ഡ്രൈവിങ് അറിയത്തുള്ളൂ. അതായത് കമ്പനിയുടെ ഡയറക്ടറായിട്ടുള്ള ഞങ്ങൾ 2 പേരുമാണ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. കുഴപ്പമില്ല, ഇവിടുത്തെ നാട്ടുകാരെല്ലാം ഭയങ്കര സപ്പോർട്ടീവാണ്. നമ്മളെ ചുറ്റിക്കത്തില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് പനയിൽ കടവ് റോഡാണ്, പക്കം പനയിൽ കടവ്. ചെറിയ റോഡാണ്, അതുകൊണ്ട് തന്നെ ഷേക്ക് കൂടുതലാണ്. ഭാവിയിൽ നമ്മൾ കുറച്ച് നല്ല ക്യാമറയൊക്കെ യൂസ് ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കണമെന്നൊക്കെയാണ്. നമ്മുടെ ഇൻ്റർനാഷണൽ യാത്രകളെക്കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. ഞാനൊരു ടീമിൻ്റെ കൂടെ ആണ് ഇൻ്റർനാഷണൽ യാത്ര പോകുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വണ്ടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ആദ്യം ഈ സുസുക്കി റെക്സ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 4x4 ആയിട്ടുള്ള ഒരു വണ്ടി വേണമെന്നാണ് ആ ഒരു ടീം പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളുടെ കൊക്കിന് ഒതുങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട്. ദൈവം സഹായിച്ച് അതെല്ലാം ചെയ്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നമുക്ക് കൊക്കിന് ഒതുങ്ങുന്നതെന്ന് പറയുന്നത് മഹീന്ദ്ര താർ മാത്രമേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ഓഡിയോ വല്ലതും അടിക്കേണ്ടി വരും. ഓഡി Q3 അല്ലെങ്കിൽ Q7. ഇതിപ്പോൾ നമ്മളൊരു ഇതിൽ വക്കത്തൊരു പാലത്തിൽ കയറിയിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു മെഡിക്കൽ നഴ്സിംഗ് കോളേജൊക്കെ ഉണ്ട് റൈറ്റ് സൈഡിൽ. അതിൻ്റെ അറ്റത്തൊരു ചെറിയൊരു റിസോർട്ടൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ റോഡ് വന്നിട്ടുള്ളതാണ് നേരത്തെ. ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഷത്തിൽ കൂടുതലായി ഇതുവരെ വന്നിട്ട്. അപ്പം ഇവിടെ റോഡ് അന്നും ഇത് റോഡ് സ്ട്രെയിറ്റൻ ചെയ്യാൻ വേണ്ടി മണ്ണെടുത്തിട്ടേക്കാണ്. ഇനി ടാറിങ് ചെയ്യാനേ ഉള്ളൂ. നേരെ കണ്ടില്ലേ, അത് ഈ റോഡ് സ്ട്രെയിറ്റൻ ചെയ്യാൻ. ഇത് ഹോൺ അടിച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ പഴയ പെട്ടുപോകും. ആ പാലം കയറുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിലൊരു നല്ല അടിപൊളി മീനും ഞണ്ട് വറുത്തതൊക്കെ ഉള്ള ഒരു കള്ള് ഷാപ്പ് പോലത്തെ ഒരു സംഭവമാണ്. പക്ഷേ അവിടെ കള്ള് കിട്ടത്തില്ല, നല്ല ഫുഡ് കിട്ടും. കുറച്ച് റീസണബിളായിട്ട്
ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വരേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫുഡ് കിട്ടും. ശരിക്കും മറ്റേ ആ റോഡ് സ്ട്രെയിറ്റൻ ചെയ്ത് വരുന്ന റോഡ് ഈ ഒരു റോഡിലാണ് വന്ന് കണക്ട് ചെയ്യുന്നത്. ഇവിടുന്ന് നേരെ ഇടത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ റിസോർട്ടിലെത്തും. ചെറിയ റിസോർട്ടാണ്, അത്യാവശ്യം വലിയ റെൻ്റൊന്നുമില്ല. ഹൈഫൈ അല്ല, സാധാരണ രീതിയിലുള്ള ഒരു റിസോർട്ടാണത്. നമ്മൾ ഡെസ്റ്റിനേഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്, വർക്കല അടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്ര ദൂരം ഉണ്ടെന്നുള്ളത് നോക്കണം. ഇവിടുന്ന് നല്ല റോഡാണ് കേട്ടോ, വക്കത്തുനിന്ന് വർക്കലയ്ക്കുള്ള റോഡ് നല്ല രീതിയിലാണ് ഉണ്ടായിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ ഒരു പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളിയാണ്. മേൽവട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണിത് വന്നിട്ട് ഇറങ്ങുന്നത്. ചേട്ടാ, വർക്കല മൈതാനം പോന്നെ, വർക്കല മൈതാനം. താങ്ക്സ്. ഏകദേശം 1 വർഷത്തോളമായി ഞാൻ ഈ ഒരു റോഡിൽ കൂടെ വന്നിട്ട്, അപ്പോൾ അതുകൊണ്ട് ചെറിയ ഡൗട്ടുകളൊക്കെ ഉണ്ട് മനസ്സിലായി. മേൽവട്ടൂർ കഴിഞ്ഞിട്ട് വെട്ടൂറായി.
നമ്മൾ പാപനാശം പോകുന്ന സെയിം റൂട്ടിൽ തന്നെയാണ് ക്ലയൻറ്റ് ഓഫീസ് എന്നാണ് പറഞ്ഞത്. ഇതിപ്പം റെയിൽവേ പാലമാണ് മുകളിൽ കൂടെ പോയത്. വർക്കല റെയിൽവേ സ്റ്റേഷനാണ് റൈറ്റ് സൈഡിലുള്ളത്. വർക്കല ബീച്ച് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോകുന്ന 0.6 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. 6 കിലോമീറ്ററോളം കാപ്പിൽ ബീച്ചിലോട്ടാണ്. നമുക്ക് ഏതായാലും ബീച്ചിൻ്റെ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ഇവിടെ തന്നെയാണ് നമ്മളുടെ ഒരു ക്ഷേത്രമുള്ളത്, വർക്കല ക്ഷേത്രമുള്ളത്. ഇവിടെ നമ്മൾ ബലി ഇട്ടതിന് ശേഷം തിരിച്ച് വരുമ്പോൾ ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രമാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റെപ്പ് കയറി പോകുന്നതാണ് ജനാർദ്ദന സ്വാമി ക്ഷേത്രം. ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു കുളമുണ്ട്, റീസെൻ്റ്ലി റിനോവേറ്റ് ചെയ്തതാണ്. നേരത്തെ ഞാൻ വരുന്ന സമയത്ത് എൻ്റെ മാമൻ്റെ ഇത് നിമജ്ജനം ചെയ്യാൻ വേണ്ടി, അസ്ഥി നിമജ്ജനം ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ഇതിവിടെ കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഇവിടെയാണ് നമ്മൾ ബീച്ചിലോട്ട് പോകുന്ന വഴിയാണ്. ബീച്ചിൽ പാർക്കിങ്ങിന് റേറ്റ് ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഇപ്പം എങ്ങനെയാണ് വിടുമോയെന്നൊന്നും അറിയത്തില്ല, കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് കടകളെല്ലാം അടച്ചിട്ടേക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഫ്രണ്ട്സ് കണ്ടില്ലേ, നല്ല അടിപൊളി നീല കളറിൽ സൂപ്പറായിട്ടുണ്ട്. നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമോ? പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ വർക്കല ബീച്ചിലാണ്. മാസ്ക് വെക്കേണ്ട ഒരു ഇതുള്ളതുകൊണ്ടാണ് മാക്സിമം മാസ്ക് വെക്കുന്നത്. കണ്ടില്ലേ, നമ്മൾ ബീച്ചിലാണ്. കണ്ടില്ലേ, എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? എനിക്ക് തോന്നുന്നു തിരയെല്ലാം വളരെ കുറവാണെന്ന് തോന്നുന്നു. വളരെ കുറവാണ് തിര. ഗസ്റ്റുകളാരും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കണ്ടില്ലേ, നമ്മൾ നാട്ടുകാർ മാത്രമേ ഉള്ളൂ, വിദേശികളാരും ഇല്ല.
വർക്കല ക്ലിഫ് എന്ന് പറയുന്ന ഏരിയ ആണ് അത്. ഇവിടെ എല്ലാം ഉണ്ട്, ഇവിടെ എല്ലാം ക്ലിഫായിട്ടുള്ള ഏരിയ ആണ്, കണ്ടില്ലേ? ദൂരെ ഇത് കാണാൻ പറ്റുമോ എന്നറിയില്ല. അതോ ആ ഒരു ബോട്ടാണെന്ന് തോന്നുന്നു. ഭാഗ്യം ഒരു വിദേശിയുണ്ട്. നല്ല ദൂരത്തിലാണ് ക്ലിഫുള്ളത്. സൂം ചെയ്ത് നോക്കാം എത്ര വരെ കിട്ടുമെന്നറിയില്ല. ആ ക്ലിഫിൻ്റെ പോർഷൻ ഏണ്ട ഫേഴ്സ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇതേ നല്ല അടിപൊളിയായിട്ട് കടൽ കിടക്കുന്നുണ്ടല്ലേ. എന്താ സൗന്ദര്യം! അങ്ങ് ദൂരെയോളം കടൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. വർക്കല പാപനാശം എന്ന് പറയുന്ന ഏരിയ ആണിത്. കണ്ടില്ലേ ക്ലിഫിൻ്റെ ആ ഒരു മനോഹാരിത കണ്ടില്ലേ? അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഞാൻ ഇന്നത്തെ വീഡിയോ ഇത് കൊണ്ട് നിർത്തുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമോ. അതേപോലെ തന്നെ എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. ദിസ് ഈസ് രഞ്ജിത് കൃഷ്ണൻ signing off from Silks Route. Thank you.